എപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അതിനു വേണ്ടി തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യണം. ആരും വേണ്ട, ഞാനും എന്റെ ഭർത്താവും എന്റെ വീട്ടുകാരും, അത് മാത്രം മതി. അനുവേട്ട ഒന്നിവിടെ തിരുവങ്ങൂര് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമോ? ഞാൻ അവിടെ ഉണ്ടാവും. ഇവിടുന്ന് ബസ് കിട്ടാൻ പാടാ അങ്ങോട്ടേക്ക്. ഇല്ല, നിൽക്കുന്നില്ല. അവർ രണ്ടാളും എങ്ങോട്ടോ പോവുകയാണെന്ന്. ഞാൻ തിരിച്ചു വരാം. ഞാനിപ്പോ തന്നെ ഇറങ്ങും. പ്രിയേ, നീ എങ്ങോട്ടേ പോന്നെ? അതേട്ടാ, വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഏട്ടൻ എങ്ങോട്ടോ പോകാണ്ട് ഞാൻ വേഗം എത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കൂട്ടാൻ വരും. നീയല്ലേ പറഞ്ഞേ ഇവിടെ നിക്കാൻ വന്നാണ്, 2-3 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളത്. പിന്നെ അവിടെ ഇത്രയും വരെ തിരക്ക് പോ. അതല്ല, ഏട്ടൻ ഇപ്പോഴാ വിളിച്ചു പറഞ്ഞ എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന്. ഞാൻ വേഗം പോട്ടെ ഏട്ടാ, ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈകും. എന്റെ പെങ്ങളെപ്പോ മുതല എന്റെ മുഖത്തോക്കി നുണ പറയാൻ പഠിച്ചത്? നീ പോകുന്നതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. അവള് നിന്നോട് എന്താ പറഞ്ഞു? അയ്യോ ഇല്ല ഏട്ടാ, അവളൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോ ഏട്ടൻ വിളിച്ചിട്ട് തന്നെ പോകുന്നതാ. അത് ശരി. അപ്പൊ ശ്രുതി നിന്നോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ നീ ഇവിടുന്ന് പോകുന്നത്? അളിയെ വിളിച്ചു പറഞ്ഞിട്ട് തന്നെ പോകുന്നല്ലേ? അയ്യോ, പെങ്ങളെ നിങ്ങൾ വിസ്തരിച്ച് കഷ്ടപ്പെടാൻ നിൽക്കൊന്നും വേണ്ട. കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ആരോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. നമ്മുടെ റൂമിൽ നേരിട്ട് കയറി വന്നിട്ട് ഷെൽഫ് കാണുമെന്ന് പറയുന്നതൊക്കെ എവിടുത്തെ പരിപാടിയാ? അതൊന്നും എനിക്കിഷ്ടല്ല. ആ കാര്യം ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരാളോട് ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞോ? നിനക്കെന്താ അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല? അവൾ ഈ വീട്ടിലേക്ക് വലിഞ്ഞേറി വന്ന പെണ്ണൊന്നുമല്ല, എന്റെ പെങ്ങളാണ് അവള്. 10-25 വർഷം ഞങ്ങൾ ഒന്നിച്ച് അവിടെ ജീവിച്ചത്. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോയി വിചാരിച്ചിട്ട് അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടതാണ്. അയ്യോ, അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ പെങ്ങള് വരുമ്പോഴേ താലപ്പൊലിയൊക്കെ എടുത്ത് ആരതേ കുഞ്ഞ് സ്വീകരിച്ച് ഇവിടെ ഇരുത്താം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാനും ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നൊന്നല്ല. അന്തസ്സായിട്ട് എന്റെ വീട്ടുകാരെ ഒരുപാട് പൈസയും മുടക്കി കല്യാണം കഴിപ്പിച്ച് അയച്ചു തന്നെ ഇങ്ങോട്ടേക്ക്. എന്റെ റൂമിലേക്ക് ഒരാൾ കയറി വരുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് നിങ്ങളുടെ പെങ്ങളായാലും ശരി, അമ്മയായാലും ശരി. നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ അവിടെ ഹോളിൽ ചെന്നിട്ട് സോഫയിൽ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കലാണോ പതിവ്? നിന്റെ അച്ഛന്റെ അമ്മേന്റെയും ആങ്ങളമാരുടെ റൂമിലേക്ക് ഒന്നും കയറില്ലേ? അതോ നിന്റെ വൃത്തിയുടെ സ്വഭാവം കാരണം അവർ കയറ്റാറല്ലോ റൂമിലേക്ക്?